നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം കേരള നിയമസഭയുടെ 15ാം ദിവസമായ ഇന്ന് സാധാരണ ബിസിനസ്സുകൾക്ക് പുറമെ അനൗദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളും സഭ പരിഗണിച്ചു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ നടപടി, പക്ഷിപ്പനി പടരാതിരിക്കാൻ നടപടി, കായിക വിദ്യാഭ്യാസം സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കൽ, കർഷക ആത്മഹത്യ തടയാൻ നടപടി, KSRTCയിൽ പുതിയ ടിക്കറ്റ് മെഷീനുകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. ശബരി റെയിൽപാത പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു ലാഘവവും ഉണ്ടായിട്ടില്ലെന്ന് ന്യൂനപക്ഷക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹിമാൻ പറഞ്ഞു. ശബരി പാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ലാഘവം ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്കുള്ള പാത എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകർ വരുന്ന ഒരു പാതയാണ്. പദ്ധതി ഏത് വിധേയയും നടപ്പിലാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഏത് വിധേനയും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള ആഗ്രഹം. അത് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ കേന്ദ്ര ഗവൺമെന്റുമായി പ്രധാനമന്ത്രിയുമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. സംസ്ഥാനത്ത് കോഴികളിലും താറാവുകളിലും കണ്ടെത്തിയ പക്ഷിപ്പനി മറ്റു പക്ഷികളിലേക്കും പകരുന്നുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണി ചുമതലപ്പെടുത്തിയത് പ്രകാരം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അറിയിച്ചു. സാധാരണഗതിയിൽ കോഴി, താറാവ് എന്നിവയിൽ മാത്രമായിരുന്നു ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2014 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ വകഭേദമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണയിൽ കോഴിയിലും താറാവിലും മാത്രമായി കാണുകയും അതിനെ കള്ളി ചെയ്ത് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തുവെങ്കിൽ കാട, കാക്ക, പ്രാവ് ഇതിനെല്ലാത്തിലും ഈ രോഗം വരുന്നതിൽ, മയിലിൽ ഒക്കെ ഈ രോഗം എത്തുന്നതിലേക്ക് വന്നു. ഓമനിച്ചു വളർത്തുന്ന പക്ഷികളാണെങ്കിലും രോഗം വന്നാൽ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ നശിപ്പിക്കേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓമനിച്ചു വളർത്തുന്ന പക്ഷികളാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. രോഗവാഹകയായിട്ടുള്ള ഒരു പക്ഷി അതിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് മാർഗം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ശക്തമായ രോഗപ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണെങ്കിൽ ഈ കർമ്മ പദ്ധതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് ഒക്കില്ല. മനുഷ്യരിലേക്ക് ഇത് പടരാതിരിക്കുക എന്നുള്ള വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ കായിക നയമെന്ന് കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹിമാൻ പറഞ്ഞു. സമഗ്രമായിട്ടുള്ളൊരു കായിക നയം കേരളം നടപ്പിലാക്കി വരികയാണ് സർ. പൊതുവിദ്യാലയങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സിലബസിൽ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒഴിച്ചുള്ള കായിക വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ കായിക നയം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത്. മുഴുവൻ കുട്ടികൾക്കും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാനും അവസരം ഉണ്ടാവണം. കർഷകരുടെ കടം സംബന്ധിച്ച് സാധ്യമായ സഹായവും പലിശ ഇളവുകളും നൽകണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് സഭയെ അറിയിച്ചു. ബാങ്കുകളുടെ പലിശ ഇളവ് ചെയ്യുക എന്നുള്ളത് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിവിടെ തീരുമാനം എടുക്കുന്നതുകൊണ്ട് മാത്രം അത് പ്രയാസമുള്ള കാര്യമാണ് അവരിളവ് ചെയ്യുന്നത്. മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലെ പലിശ വീണ്ടും കൊടുക്കേണ്ടി വരികയാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേകമായ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ SLBCയോടും മറ്റു ബാങ്കുകളൊക്കെ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. സാധ്യമായ സഹായങ്ങൾ ഉണ്ടാവണമെന്ന്. ഗ്രാമീണ മേഖലകളിൽ സർവീസ് നടത്തുന്നതിനായി ചെറിയ ബസ്സുകൾ വാങ്ങാൻ KSRTC ടെൻഡർ വിളിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അറിയിച്ചു. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ കുറച്ചുകൂടി നല്ല ബസ്സുകൾ, പുതിയ ബസ്സുകൾ വരുന്നതിന് വേണ്ടിയിട്ട് 300 ചെറിയ ബസ്സുകളാണ് ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 300 ചെറിയ ബസ്സുകൾ ഗ്രാമപ്രദേശത്തേക്ക് വാങ്ങും. അതും ടെൻഡർ വിളിച്ചു കഴിഞ്ഞാലുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തത് മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് ബന്ധപ്പെട്ട മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. റൂൾ 50 സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തത് മൂലം ഗതാഗത യോഗ്യമല്ലായതിനെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം
പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ നജീബ് കാന്തപുരം, IC ബാലകൃഷ്ണൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ ശ്രീ നജീബ് കാന്തപുരം ആരോപിച്ചു. ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയമല്ലാതെ എന്താണ് സാർ സഭ നിർത്തിവെച്ച് നാം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ ചർച്ച സഭ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ റോഡുകളിലെ ഭൂരിഭാഗവും സഞ്ചാരയോഗ്യമാണ് എന്നും പ്രവർത്തികൾ നടക്കുന്ന ചില റോഡുകൾ പൂർത്തിയാക്കാനുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത്തരം ബുദ്ധിമുട്ടുകളുടെ ഇടങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും ടെക്നോളജിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയാണ് റോഡ് പണികൾ നടക്കുന്നത്. ശാസ്ത്രീയമായി ഉന്നത നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടാക്കാൻ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാമെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോട്ട് ഹോൾ ഫ്രീ റോഡുകൾ എന്നതാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ലക്ഷ്യം. അതിന് ശാസ്ത്രീയ രീതികൾ അവലംബിക്കാം. ഈ സഭയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കുഴി പോലും ഇല്ലാത്ത റോഡുകളുള്ള കേരളം എന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. ഇതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയിക്കുക. താങ്ക് യു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ സാഹചര്യം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളും പൂട്ടിപ്പോയ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും എടരിക്കോട് ടെക്സ്റ്റൈൽസ്, കെൽ എന്നീ സ്ഥാപനങ്ങളുടെ ശോചനീയാവസ്ഥയും ഇവയുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതിന്റെയും ആവശ്യകതയിലേക്ക് ശ്രീ KP മജീദ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് മറുപടി പറഞ്ഞു. സ്ത്രീകളാണ് കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത് എന്നതുകൊണ്ട് സ്ത്രീ സൗഹൃദ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ സ്വകാര്യ വ്യവസായങ്ങൾക്ക് 5 കോടി രൂപ, അങ്ങനെ 30 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. KSEBയുടെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. അവർ പണം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കൺവെർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റേറ്റ് കോൺട്രാക്റ്റിൽ എടുക്കണം എന്നുള്ള പൊതുനിലപാടാണ് സർക്കാരിനുള്ളത്. 5 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. ഈ പാവങ്ങൾ 70 വയസ്സ് 80 വയസ്സൊക്കെ ഉള്ള ഈ ഭാഗവതം വായിക്കുന്ന ആളുകൾക്ക് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒന്ന് സമരം ചെയ്യാനൊന്നും പറ്റത്തില്ല സർ. ഒരു വളരെ സാധുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തുച്ഛമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷൻ അവർക്ക് തുടർന്നും കിട്ടാനും അവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് സ്വീകരിക്കാനും ഉള്ള ഒരു നടപടി ദയവ് ചെയ്ത് സ്വീകരിക്കണം എന്ന് ഞാൻ അങ്ങ് വഴി സർക്കാരിനോട് അഭ്യർത്ഥിക്കണം. ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കും. അർഹതപ്പെട്ടവർക്ക് മാനദണ്ഡപ്രകാരം അംഗത്വം നൽകുന്നതും തുടർ സഹായം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാകുമെന്ന് സഭയെ അറിയിക്കാനായി. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശുപത്രിയാണ് നൂർനാട് ലെപ്രസി സാനിറ്റോറിയം. ചരിത്ര പ്രാധാന്യമുള്ള ഈ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജായോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായോ ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയും പഠനവും നടത്താൻ കഴിയുന്ന ദേശീയ അന്തർദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായോ ഉയർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ DHSന്റെ പ്രപ്പോസലിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകുന്നതാണ്. പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 2ാമത് റിപ്പോർട്ട് സഭ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ശ്രീ മുരളി പെരുന്നല്ലി അങ്ങയ്ക്ക് പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 2ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്നുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 2ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്. പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 2ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. അനൌദ്യോഗിക ബില്ലുകളും സഭ ഇന്ന് പരിഗണിച്ചു. അനൌദ്യോഗിക അംഗങ്ങളുടെ 4 ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള പ്രമേയങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. സർ, 2021 കേരള പ്ലേ സ്കൂൾ കിൻഡർഗാർട്ടൻ രജിസ്ട്രേഷൻ അതോറിറ്റി രൂപീകരണ ബില്ല് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. 2024 കേരള മറുപടി കാർഷികാഘോഷ സംരക്ഷണവും ക്രമപ്പെടുത്തലും ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു.
2022 കേരളത്തിലെ ഭക്ഷണശാലകൾ വില നിയന്ത്രണവും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. 2021 കേരള സ്കൂൾ പാചക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരണ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12:29 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.